മുഖ്യമന്ത്രിക്ക് മാത്രമാണോ അതിൽ പറഞ്ഞത്, അതോ യുഡിഎഫിനും ഇടപെടൽ കൂടി ഇതിലുണ്ടോ? ഒന്ന് എന്താ പറഞ്ഞേ, മുഖ്യമന്ത്രിക്ക് മാത്രമാണോ പങ്ക്, യുഡിഎഫിന്റെ ആകെ ഇടപെടലുണ്ടോ? എനിക്കറിഞ്ഞൂടെ ആരൊക്കെ തമ്മിൽ ചർച്ച ചെയ്തിട്ടുള്ളതെന്ന്. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഏതായാലും എക്സൈസ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇത്ര തിടുക്കം പിടിക്കേണ്ട എന്ത് കാര്യം ഇതിലിരിക്കണു? 3 വർഷമായിട്ട് ബക്കാടിയും മറ്റും ആവശ്യപ്പെട്ടത് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് ആരോരും അറിയാതെ ഒരാഴ്ച കൊണ്ട് എടുത്ത് അതിന് തീരുമാനമെടുത്ത് ഫിനാൻസ് ബില്ലിൽ ആരുമായി ചർച്ച ചെയ്യാതെ കൊണ്ടുവന്നത് വേറെ ആർക്കും പങ്കുമില്ല, മുഖ്യമന്ത്രിയുടെ തന്നെ പരിപാടിയാണ്. ഇതിപ്പോൾ അറിയേണ്ടത് ആർക്കൊക്കെ പങ്കുണ്ട്. ഏതായാലും ഈ പുതിയ സംഭവവികാസം വലിയ കട്ടി ആവശ്യിച്ച് കേരളത്തിൽ അവതരിപ്പിച്ച സമുദ്ര മിഷൻ എന്ന് പറയുന്ന വികസന സമീപനത്തിൻ്റെ അടിത്തറ തോണ്ടിക്കളഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് വരാം, ഇവിടെ കേരളത്തിൽ നിന്ന് വിദേശ നിക്ഷേപം നടത്തണം, എന്താ കുഴപ്പം? ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ, നിലവിലുള്ളൊരു കമ്പനി, ആ കമ്പനി ആകെ മുടക്കിയിരിക്കുന്ന 2500 കോടിയാണ്. ആ 2500 കോടിയും കള്ളമാണ് കുറച്ച് ഭാഗം എന്ന് CAG പറഞ്ഞിട്ടുണ്ട്. ഈ 2500 കോടി ചൈനയിൽ നിന്നും മറ്റും യന്ത്രം ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ യന്ത്രത്തിനൊക്കെ ഊതി വിറിപ്പിച്ച വിലയെന്ന് ഞാനല്ല പറഞ്ഞത്, CNDG പറഞ്ഞത്. ഏതായാലും പോട്ടെ, 2500 കോടി മുടക്കി വാങ്ങി, നല്ല മുടക്ക്. ആ മുതൽ മുടക്കിൻ്റെ പാതി വിലക്കുള്ള ഷെയർ അത് 13,000 കോടിക്കാണ് വിൽക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലേക്ക് ഒരു പൈസ കൂടുതൽ വരുന്നില്ല കേട്ടോ, അദാനിയുടെ പോക്കറ്റിലേക്കാണ് പോണേ. കേരളത്തിൻ്റെ ഭൂമി, കേരളത്തിൻ്റെ പോർട്ട്, നമ്മൾ PPP ഇത് നമ്മൾ ചർച്ച പോലും ചെയ്യാതെ 2500 കോടി മുടക്കിയ ആൾ 13,000 കോടി പുറത്തുനിന്ന് മേടിക്കുന്നു. 13,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് MS നടത്തുന്നത്. അതിന് ലാൻഡ് വാല്യൂ അല്ല, ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് അവര് ഫർദർ ഡെവലപ്മെന്റ് ആണ്. അത്രക്ക് വാല്യൂ ഈ പോർട്ടിനുണ്ട്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഈ മോഡലിനെ തള്ളിപ്പറഞ്ഞിട്ടും LDF നടപ്പാക്കാൻ തീരുമാനിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് കേസിന് പോയി നീണ്ടുപോയ കുളച്ചിൽ വേറെ ആഴക്കടൽ വരും, പിന്നെ വിഴിഞ്ഞത്തിന് യാതൊരു സാധ്യതയില്ല. അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇനി പോട്ടെ, തർക്കിക്കണ്ട, അദാനിയെങ്കിൽ അദാനി എന്ന് വെച്ചത്. പക്ഷേ ഈ അദാനി ഇങ്ങനെ ചെയ്യുമ്പോൾ കേരളമായിട്ട് ചർച്ച ചെയ്യണ്ടേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ PPPയിൽ മാറ്റം വരുത്തണ്ടേ? ഞങ്ങൾ ഇത്രേ ചെയ്യുള്ളൂ, മുടക്കുള്ളൂ എന്ന് പറഞ്ഞത്, നമുക്ക് എത്ര പശ്ചാത്തല സൗകര്യങ്ങൾ നീ സൃഷ്ടിക്കാനുണ്ട്? ഇത് ഒരു കൺസെഷനെയറിന് നമ്മൾ കരാർ കൊടുത്തിരിക്കുന്ന ചില ധാരണകളുടെ അടിസ്ഥാനത്തിലല്ലേ. അത് ഏകപക്ഷീയമായിട്ട് ഓഹരി വയ്ക്കുന്നു. 25% ഓഹരി വയ്ക്കുമ്പോൾ വോട്ടിംഗ് ഉള്ള ഓഹരി ഉടമസ്ഥനാണ്. ഇപ്പം 49%. അദാനി ഏതെങ്കിലും കാര്യത്തിൽ അന്തർദേശീയമായിട്ട് ഒരുപാട് ഇടപാട് നടത്തണമല്ലോ. ഒരു 2% കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാവും. ആയിക്കോട്ടെ, എന്ത് വേണേലും ചെയ്തോട്ടെ എന്ന് അവർ ചെയ്യുന്ന എതിരല്ല. നമ്മുടെ ഉടമസ്ഥൻ കേരള സർക്കാർ അറിയണ്ടേ? ആ, അതാണ് ചോദ്യം. VD സതീശനും അറിയാമായിരുന്നോ വിഴിഞ്ഞത്ത് ഈ കാര്യം മംഗലാപുരത്ത് ചർച്ച ചെയ്തു? രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് സെബിയുടെ അപ്രൂവൽ എടുത്താൽ മതി. സെബിയുടെ അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമേ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ ഒരു കാര്യം വരുന്നുള്ളൂ. ഫസ്റ്റ് കേരള സർക്കാരിനെയാണ് അപ്രോച്ച് ചെയ്തെങ്കിൽ പക്ഷേ അത് സെബിയുടെ റൂൾസിന് വിരുദ്ധമാണ്. സോ ഫസ്റ്റ് സെബി അപ്രൂവൽ ഇല്ലല്ലോ. അദ്ദേഹം ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയിപ്പ് കൊടുത്തു. ആ അറിയിപ്പ് കൊടുക്കുന്നതിന് മുമ്പ് കേരള സർക്കാരുമായി ചർച്ച ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്.
എൻ്റെ വാദം ഇതാണ് കേട്ടോ. ഇതോടുകൂടി സമുദ്ര മിഷൻ്റെ അപ്രോച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ കരാറിലേക്ക് എന്താണോ വിഴിഞ്ഞത്ത് നടന്നത് അതുപോലുള്ളൊരു ഏർപ്പാടിലേക്ക് കേരളത്തിൻ്റെ എല്ലാ തുറമുഖങ്ങളെയും കേരളത്തിൻ്റെ തീരദേശ വികസനത്തെയും കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് ഹി ഹാസ് ടു കം ക്ലീൻ. എന്താണ് നടത്താൻ പോകണമെന്നുള്ള പറയണം. ദേശാഭയനില്ല. അതിൻ്റെ പാഠം എന്താ വെച്ചാൽ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കാരെടുക്കാൻ ഓടരുത്. അതെ, അത് നിങ്ങൾ ആദ്യം ചോദ്യം ചോദിച്ചില്ലേ, ആ ചോദ്യത്തിന് പറഞ്ഞതുപോലെയാണ്. ചോദ്യത്തിൽ പറഞ്ഞെന്താണ്? ഇത് നിക്ഷേപമല്ലേ വരുന്നത്? ഇത് നിക്ഷേപമല്ല, ഓഹരിയോ വാങ്ങുകയാണ് നിലവിലുള്ളൊരു കമ്പനിയുടെ. പുതുതായിട്ട് എന്തെങ്കിലും നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നില്ല. അപ്പം തെറ്റിദ്ധരിച്ചു 13,000 കോടി രൂപ പുതിയ നിക്ഷേപമായിട്ട് കേരളത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് ലഭിക്കുകയാണെന്ന്. അതുകൊണ്ട് വന്നാൽ തെറ്റാ, അത് തിരുത്തിക്കോളും.